ഓഫ് ഗ്രിഡ് സോളാർ പവർ സപ്ലൈ ഹാമർ റേഡിയോയ്ക്ക് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു 180 വാട്ടിൻ്റെ പെർക്ക് സോളാർ പാനലും സോളാർ ചാർജ് കൺട്രോൾ സാധാരണ കൺട്രോളറാണ്, MPPT അല്ല, പിന്നെ അതിൻ്റെ കേബിളും ഒരു 65 ആംപിയർ അവർ ബാറ്ററിയും SMF ആണ്, സീൽഡ് മെയിൻ്റനൻസ് ഫ്രീ ലെഡ് ആസിഡ് ബാറ്ററിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചാർജിങ് വേണ്ട പോലെ നടക്കണില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അതിന് മുമ്പായിട്ട് നമ്മുടെ ഹാം റേഡിയോ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ബാൻഡിലും ഓൺലൈനിലൊക്കെ ഒന്ന് ചർച്ച ചെയ്തു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ. ഞാൻ ആദ്യമായിട്ടാണല്ലോ സോളാർ സംവിധാനം ഉണ്ടാക്കി നോക്കുന്നത്. ഒരു പരീക്ഷണാടിസ്ഥാനത്ത് ചെയ്ത് തന്നെയാണ് കേട്ടോ. ഇത് സോളാർ ചാർജ് കൺട്രോളറിൽ കാണുന്ന ഡിസ്പ്ലേ ആണ്. മഞ്ഞ നിറത്തിൽ കാണുന്നത് ബാറ്ററി സ്റ്റേറ്റ് ഓഫ് ചാർജ് ഇൻഡിക്കേറ്ററിൽ മഞ്ഞ നിറം വരുന്നത് ആവശ്യത്തിന് ചാർജ് ഇല്ല എന്നാണ് കാണിക്കുന്നത്. ഫുൾ ചാർജ് ആയാലും പച്ച കാണിക്കും. പിന്നെ ചുവപ്പ് വരുമോ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല, അത്രയ്ക്ക് ഡിസ്ചാർജ് ചെയ്ത് നോക്കിയിട്ടില്ല. പച്ച സൂര്യൻ്റെ ആകൃതിയിൽ മിന്നിക്കൊണ്ടിരിക്കുന്നത് ചാർജിങ് കുറേശ്ശെ നടക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ സൂചനയാണ്. പക്ഷേ ബാറ്ററി ഫുള്ളായിട്ട് ചാർജ് ആവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. പിന്നെ ഒരു കാര്യം, ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ഇതിലൊക്കെ പരീക്ഷണത്തിന് തുടർന്നാൽ സോളാർ പാനലിൻ്റെയും ബാറ്ററിൻ്റെയും ഒക്കെ വാറണ്ടി ചിലപ്പോൾ പോയിന്ന് വരും. കാരണം അവരുടെ ക്ലോസിൽ പറയുന്നുണ്ട് വളരെ ക്വാളിഫൈഡ് ടെക്നീഷ്യൻസ് മാത്രമേ ഇതിൽ പെരുമാറാവൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വാറണ്ടി പോയിന്ന് വരും. പക്ഷേ ഞാനത് നോക്കിയിട്ടല്ല, ഇതെനിക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ വാറണ്ടിയെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് മാത്രം. സോളാർ പാനലിൽ നിന്നുള്ള കണക്ഷൻ ചാർജ് കൺട്രോളറിൽ നിന്ന് മാറ്റിയ ശേഷം ബാറ്ററിയിൽ നിന്ന് വരുന്ന കേബിളിലെ വോൾട്ടേജ് ചെക്ക് ചെയ്തതാണ് 11.54. അത് തീർച്ചയായിട്ടും കുറവ് തന്നെയാണ്, അത്ര കണ്ടാൽ പോരാ. ശരിക്കും ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ 12 കാണേണ്ടതാണെന്നാണ് എൻ്റെ അറിവ്. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ പോലെയാണ് ഈ ടെസ്റ്റ് ചെയ്തത്. അതായത് സോളാർ പാനൽ ചാർജറിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് അതിൽ വരുന്ന വോൾട്ടേജ് നോക്കി. 19 വോൾട്ട് കാണണമെന്നാണ് അവർ പറഞ്ഞത്. 19.18 വോൾട്ട് കാണുന്നുണ്ട്. ലോഡില്ലാത്ത അവസ്ഥയിലാണ് കേട്ടോ, ലോഡുള്ള അവസ്ഥയിലുള്ള വോൾട്ടേജ് അല്ല. അങ്ങനെ തന്നെയാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ സോളാർ പാനലിൽ നിന്ന് കറണ്ട് വരുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തി. പിന്നെ അവരൊരു കാറിൻ്റെ ബൾബ് എടുത്തിട്ട് 12 വോൾട്ടിൻ്റെ ആണല്ലോ, ഈ സോളാർ പാനലിൻ്റെ ഔട്ട്പുട്ട് വരുന്ന കേബിളിൽ കത്തിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ചെയ്യുന്നത്. അത് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് 18.62 വോൾട്ട് ഉണ്ട്. പക്ഷേ കണക്ട് ചെയ്തപ്പോൾ വോൾട്ടേജ് വല്ലാണ്ട് ഡിപ്പ് ചെയ്ത് പോയി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ബൾബിൻ്റെ റെസിസ്റ്റൻസിനെക്കാട്ടും വളരെ കൂടുതൽ റെസിസ്റ്റൻസ് ആ ബൾബ് കണക്ട് ചെയ്യുന്ന സ്ഥലം വരെയുള്ള കേബിളിലും സർക്യൂട്ടിലായിട്ടുണ്ട്. അതുകൊണ്ട് ബൾബ് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അക്രോസ് ദ ബൾബ് വോൾട്ടേജ് ഡ്രോപ്പ് വല്ലാതെ വന്നു, ചെറിയ വോൾട്ടേജേ കാണുന്നുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ സർക്യൂട്ടിൽ എന്തോ കുഴപ്പമുണ്ട്, എവിടെയോ കാര്യമായിട്ടുള്ള റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഇത് പിന്നെ എൻ്റെ നാടൻ ഐഡിയ ആണ്, സുഹൃത്തുക്കൾ പറഞ്ഞ ഐഡിയ അല്ല. MC4 കണക്ടർ വഴിയാണ് സോളാർ പാനലിൽ നിന്ന് വരുന്ന കേബിളും വീട്ടിൻ്റെ അകത്തേക്ക് വരുന്ന കേബിളും തമ്മിൽ കണക്ട് ചെയ്തിരുന്നത്. ഞാനതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. വേറൊന്നുമില്ല, തുറന്നെടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നമ്മൾ സാധാരണ വയറ് യോജിപ്പിക്കുന്ന മാതിരി പിരിച്ച് യോജിപ്പിച്ച് നല്ലോണം ടൈറ്റ് ആക്കിയിട്ട് സിലിക്കോൺ ടേപ്പ് ചുറ്റി. സിലിക്കോൺ ടേപ്പ് ചുറ്റിയത് വാട്ടർ പ്രൂഫിന് വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് അത് പരീക്ഷിക്കുന്നത്, മുമ്പ് ഞാൻ പരീക്ഷിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ തൽക്കാലം എനിക്ക് പറ്റുന്നിടത്തോളം ശരിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അകത്ത് വന്നിട്ട് ചാർജറിൽ കൂടെ എത്ര കറണ്ട് ബാറ്ററിയിലേക്ക് പോകുന്നുണ്ടെന്ന് സീരീസിൽ മൾട്ടിമീറ്റർ കണക്ട് ചെയ്തു. മൾട്ടിമീറ്റർ 10 ആംപിയർ റേഞ്ചിലിട്ടിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് കാണുന്ന ചാർജിങ് ആണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. അത് തുടക്കത്തിൽ 6.16 ആയിരുന്നു. പിന്നെ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ചെയ്യുന്ന കറണ്ട് കുറേശ്ശെ കൂടി വരണം കണ്ടു. പിന്നെ കുറേ നേരം കൂടി കഴിഞ്ഞിട്ട് ഒരു 7ൻ്റെ മേലെയൊക്കെ പോയി കറണ്ട്, ചാർജിങ് കറണ്ട്. 10 വന്നില്ല, 7.15 എങ്ങാണ്ടൊക്കെയാണ് മാക്സിമം വന്നത്. 7.2 ഒക്കെ വന്നിട്ടുണ്ട്. 7.3, 7 ഒക്കെ കഷ്ടിച്ച് വന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കൂടി വന്നതിന് ശേഷം പിന്നെ അത് കുറയാൻ തുടങ്ങി. അത് കുറഞ്ഞ് ഒരു 6, 7 അങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ പതുക്കെ കുറഞ്ഞ് 5 വന്നു. പിന്നെ അത് ഏകദേശം ഒരു 4ൻ്റെ താഴെ 3ൻ്റെ മേലെയായിട്ടൊക്കെ എത്തി. വളരെയധികം കുറഞ്ഞു. അപ്പോൾ വളരെ കുറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു
ഇതെന്താ പറ്റിയെന്നുള്ളത്. അപ്പോൾ പിന്നെ ആലോചിച്ചപ്പോൾ മഴക്കാലമാണ്, മേഘങ്ങൾ ധാരാളമുള്ളതാണ്, സോളാർ പാനലിലേക്ക് വരുന്ന സൂര്യൻ്റെ വെളിച്ചം മേഘങ്ങൾ കവർ ചെയ്തുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെ കുറേ നേരം നിരീക്ഷിച്ച് കഴിഞ്ഞപ്പോൾ പതുക്കെ വീണ്ടും ചാർജ് ചെയ്യുന്ന കറണ്ട് കൂടി വരുന്നത് കണ്ടു. അത് വീണ്ടും 7ൻ്റെ മേലെയൊക്കെ പോയി. അപ്പോൾ എനിക്ക് തോന്നിയെന്താ വെച്ചാൽ സൂര്യൻ മേഘങ്ങളിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ കൂടുതൽ ചാർജ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചാർജിങ് കറണ്ട് കൂടി. മാക്സിമം ഒരു 7.55 വരെയൊക്കെ ചാർജിങ് കറണ്ട്, 5-7 വരെ ചാർജിങ് കറണ്ട് വരുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് തൽക്കാലത്തേക്ക് സന്തോഷമായി. എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ ഞാൻ റിപ്പയർ ചെയ്തിട്ട്. തുടക്കത്തിൽ ബാറ്ററി വോൾട്ട് ചെക്ക് ചെയ്തപ്പോൾ 11.54 ഒക്കെ അല്ലേ കിട്ടിയത്. ഇപ്പോൾ കുറച്ച് നേരം ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 11.8 ഒക്കെ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചാർജിങ് നടക്കുന്നുണ്ട്, മുമ്പത്തെ അത്ര മോശമല്ല. ഇപ്പോൾ റിപ്പയറിനുകൊണ്ട് കുറച്ച് ഗുണം കിട്ടിയിട്ടുണ്ടാവണം. ഇതാണ് ഞാൻ മുറിച്ചെടുത്ത MC4 സോളാർ കണക്ടർ. ഇത് ക്ലിപ്പ് മെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വലിച്ചെടുക്കണമെങ്കിൽ അതിൻ്റെ സോളാർ റഞ്ച് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം അത് വളരെ കൂളായിട്ട് നഖം കൊണ്ട് ഞെക്കി വലിച്ചെടുത്തു. ഞാൻ നോക്കിയിട്ട് പറ്റണില്ല, പക്ഷേ കേടൊന്നുമില്ലാതെ തന്നെ ഉള്ളി വലിച്ചെടുക്കണേ ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനെയും പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അതല്ല എൻ്റെ റെക്കമെൻഡേഷൻ. റഞ്ച് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇതാണ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ച MC4 കണക്ടർ ഡിസ്കണക്ട് ചെയ്യാനും കണക്ട് ചെയ്യാനും ഉപയോഗിക്കുന്ന റഞ്ച്. പക്ഷേ എനിക്കെന്തുകൊണ്ടോ അത് പറ്റിയില്ല. ചിലപ്പോൾ ഇനി ഞാൻ ഉപയോഗിച്ചിരുന്ന കണക്ടർ അത് വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിലേക്ക് പറ്റിയ എക്സാക്ട് സൈസ് ആയിരിക്കില്ല ഇത്. സൈസിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാം, അല്ലെങ്കിൽ എനിക്ക് ശരിക്കും ഉപയോഗിക്കാൻ അറിയായിട്ടും ആവാം. പിന്നെ വേറെ 2 തരമുള്ളതായിട്ട് ഏതോ ഒരു വീഡിയോയിൽ കണ്ടു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വാങ്ങിച്ചത് മാറിപ്പോയിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും അതവിടെ ഇരിക്കട്ടെ. ഇനിയും പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ ഒന്നും കൂടെ ആവർത്തിക്കുന്നു, ബാറ്ററിക്കും സോളാർ പാനലും വാറണ്ടിയൊക്കെ പ്രതീക്ഷിക്കുന്നവർ ഇതൊന്നും പരീക്ഷിക്കേണ്ട. ഞാനിതിപ്പോൾ ഒരു മീഡിയം സൈസ് ഒരു ചെറിയ സോളാർ പാനൽ വാങ്ങിച്ചാണ്. ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ തന്നെ വാങ്ങിച്ചതാണ്. അല്ലാണ്ടൊരു വലിയൊരു ആവശ്യമുണ്ടായിട്ട് വാങ്ങിച്ചതാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആവശ്യമുണ്ട് താനും. കാരണം എനിക്ക് ഹാം റേഡിയോ പവർ സപ്ലൈക്ക് ഒരു ബാക്കപ്പ് ഉണ്ടാവണം നല്ലതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള ഉപയോഗം അറിയണമെങ്കിൽ വേനൽക്കാലം വന്ന് നല്ലോണം സ്ഥിരമായിട്ട് വെയിലുള്ളപ്പോൾ. വേറെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ടെറസിൽ മലർത്തിയാണ് വെച്ചിരിക്കുന്നത്, ചരിച്ചിട്ടൊന്നുമല്ല. പിന്നെ ടെറസിൻ്റെ സൈഡിലൊക്കെ കവറിങ് ഉണ്ട്. അപ്പോൾ കുറച്ച് സമയം മാത്രമേ ഈ സോളാർ പാനലിൽ നേരിട്ട് സൂര്യപ്രകാശം ഫുൾ ശക്തിയിൽ കിട്ടുള്ളൂ എന്ന് എനിക്കും അറിയാം. അത് വാങ്ങുന്നതിന് മുമ്പ് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തന്നെ പരീക്ഷിക്കാൻ തീരുമാനിച്ചത്. അവരെ കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്യാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും ഇങ്ങനെയൊന്നും വെച്ചാൽ ശരിയാവില്ല, അത് ഉപയോഗം ഉണ്ടാവില്ല എന്നൊക്കെ അവർ പലതും പറയും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തന്നെ പരീക്ഷിക്കാൻ തീരുമാനിച്ചത്.